പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 18 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ടും ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
കടകമ്പോളങ്ങളും വരുമാന മാർഗം മുട്ടിപ്പോയ മക്കളുണ്ട്. അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കൃപാസനം അൾത്താരെ ഇവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ച് തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിയമാവർത്തനം 5:7 ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ നമ്മൾ കേൾക്കുമ്പോൾ ഇത് എപ്പോഴും കേട്ടിട്ടുള്ളതെല്ലാം ചോദിച്ചുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ അതർ ഗോഡെന്ന്, ഇത് മറ്റൊരു ദൈവം. ഈ മറ്റൊരു ദൈവം ആരാണെന്നറിയാവോ? ഈ മറ്റൊരു ദൈവം ചിലപ്പോൾ അങ്കിളാകും, ചിലപ്പോൾ ആൻറ്റി ആകും, അപ്പം ചിലപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാകും, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാകും, പൊന്നാകും. അതർ ഗോളെന്നുള്ള സംഭവം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ, വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ, അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല. അതാണ് വിഷയം. വിഭജിച്ച അവലംബങ്ങൾ എന്തുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോർമുലയാണ്. അതെന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് Ephesians 2:8 നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം, നിങ്ങൾ പഠിച്ചു വാ, മാം പഠിച്ചു വാ. അമ്മയും പറയും, അങ്കിൾ കൊണ്ടുപോകുകയെ, മാം പഠിച്ചു വാ, ആൻറ്റി കൊണ്ടുപോകുകയെ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ അങ്കിളും ആൻറ്റിയും അറിയാതെ അതർ ഗോഡാവും. അപ്പം നിങ്ങൾ അവരോട് ഇപ്പം അങ്കിളും ആൻറ്റിയും വിരുന്നിന് വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പാചക വിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ, പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും. ഇവരെല്ലാം നമ്മൾ അറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. പക്ഷേ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഒന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും, ആൻറ്റി കല്യാണം കഴിച്ച് കാണും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞ പോലെ സഹായിക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. പല ആൾക്കാരും ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തണേണ്ട കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചത് കൊണ്ടാണ്. അതാണ് അതർ ഗോഡെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം അതർ ഗോഡ് എന്തുവാകാം, നമ്മളെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപന ജംഗ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന്, എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല ഈ ദൈവമായിട്ട് റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല. ദൈവം ഒരിക്കലും അതുകൊണ്ട് എപ്പോഴും പറയുമേ, നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും. അതാണ് നിൻ്റെ വിഭജിത ഹൃദയം. നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനമുണ്ടാ? വചനമില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടുന്ന വചനമുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ. മർക്കോസ് 12:30
നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. എല്ലാം പൂർണ്ണമാണേ, അവിടെ ഒന്നും ഭാഗികമില്ല. നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ്. അതൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാര് പ്രിൻസിപ്പൽ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം. കാര്യം എന്താണ്? മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തിരുമനസ്സായാലാണ് വർക്കൗട്ട് ചെയ്യണത്.